സാധാരണ കോമൺ ആയി ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പുറമെ അതും നമ്മൾ അധികരിപ്പിക്കണം. അതിന് പുറമെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. നിങ്ങൾക്കറിയോ, ദുൽഹിജ്ജ 1 തുടങ്ങിക്കഴിഞ്ഞാൽ, ദുൽഹിജ്ജ മാസം കണ്ടു കഴിഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും രണ്ടുപേരും ഒരുമിച്ച് മദീനയുടെ പട്ടണങ്ങളിലേക്ക് ടൗണുകളിൽ, മാർക്കറ്റുകളിലേക്ക് ഉറക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ 2 സ്വഹാബികളും ഇറങ്ങി പുറപ്പെടാറുണ്ട്. ഇവർ രണ്ടുപേരുടെയും തക്ബീർ കേട്ടിട്ട് മദീനത്തെ പട്ടണത്തിലെ ആളുകൾ ഉറക്കെ തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. നമുക്ക് പലപ്പോഴും തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് ചൊല്ലുന്ന തക്ബീർ മാത്രമേ നമുക്കറിയുള്ളൂ. അതും സുന്നത്ത് തന്നെയാണ്. പക്ഷേ ഈ ഒരു സുന്നത്ത് നമ്മൾ ഒരിക്കലും പാഴാക്കി കടന്നുകൂടാം. പല ആളുകൾക്കും അറിയാതെ പോകുന്നൊരു സുന്നത്താണ്. നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സുന്നത്തുൽ മഹ്ജൂറ എന്ന് പറയപ്പെടുന്ന രൂപത്തിലുള്ള സുന്നത്താണ്. ദുൽഹിജ്ജ 1 ആരംഭിച്ചു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 13 ആകുന്നത് വരേക്കും, മഗ്രിബ് ആകുന്നത് വരേക്കും തക്ബീർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ദുൽഹിജ്ജ ആരംഭിച്ച അന്നു മുതൽ, മാസം കാണുന്ന സമയം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമത്ത് തശ്രീഖിന്റെ അവസാനം മഗ്രിബ് ആകുന്നത് വരേക്കും തക്ബീർ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് എപ്പോഴും വീടുകളിൽ, വാഹനങ്ങളിൽ, അങ്ങാടികളിൽ, ഏത് സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് പുരുഷന്മാർ ശബ്ദമുയർത്തി തക്ബീർ ചൊല്ലുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ടുള്ള കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്യാറുള്ള തക്ബീർ, അത് തക്ബീറുൽ മുഖയ്യദ് എന്നാ പറയാം. അത് ദുൽഹിജ്ജ 9 മുതൽ, അറഫാ ദിവസത്തിലെ സുബ്ഹി നിസ്കാരം മുതൽ ദുൽഹിജ്ജ 13 അയ്യാമത്ത് തശ്രീഖിന്റെ അവസാനം അസ്ർ നിസ്കാരം വരെ, ഓരോ നിസ്കാരം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിസ്കാര ശേഷം ഉറക്കെ ആ മസ്ജിദിൽ നിസ്കാരത്തിന് പങ്കെടുത്തിരുന്ന ആളുകൾ ഒരുമിച്ച് തക്ബീർ ഉറക്കെ ചൊല്ലും. ഇത് തക്ബീറുൽ മുഖയ്യദ് എന്നാ പറയും. അത് ദുൽഹിജ്ജ 9 മുതൽ ദുൽഹിജ്ജ 13 വരെ. എന്നാൽ തക്ബീറുൽ മുത്തലഖ് എന്ന് പറയപ്പെടുന്ന, നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന സുന്നത്ത്, അത് ദുൽഹിജ്ജ 1 മുതലേ തുടങ്ങുന്നത്. ദുൽഹിജ്ജ ആദ്യം മുതൽ തുടങ്ങി ദുൽഹിജ്ജ 13 അയ്യാമത്ത് തശ്രീഖിന്റെ അവസാനം വരേക്കും നിലനിൽക്കുന്ന ഒരു സുന്നത്താണ് ഈ സുന്നത്ത്, തക്ബീറുൽ മുത്തലഖ് എന്നുള്ള സുന്നത്ത്. ആ സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പറ്റുന്നിടത്തോളം, സാധിക്കുന്നിടത്തോളം നമ്മൾ ഹയാത്താക്കണം. പ്രത്യേകിച്ചും നമ്മുടെ കൺട്രോളിലുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ ഷോപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ കൺട്രോളിനകത്തുള്ള, നമ്മുടെ കീഴിലുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഈ തക്ബീർ, ഈ സുന്നത്ത് അധികരിപ്പിക്കാൻ സാധിക്കണം. ജനങ്ങൾക്കിടയിൽ നമ്മൾ ഈ സുന്നത്ത് ഹയാത്താക്കണം. പല ആളുകൾക്കും അറിയില്ല. പല ആളുകൾക്ക് തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് മാത്രമുള്ള എന്തോ ഒരു കാര്യമായിട്ടാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പെരുന്നാളിന്റെ അടയാളമായിട്ടാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. ആ ഒരു വിചാരം നമ്മളുടെ സുന്നത്തുകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. പ്രവൃത്തി കൊണ്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാവുകൾ ഈ 13 ദിവസങ്ങളും തക്ബീറുകളിൽ മുഴുകുന്നതാകണം. അങ്ങനെ നമ്മുടെ ഈ സുന്നത്തിനെ ഹയാത്താക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം.